ജാനുവി ഡ്രൈവ് ചെയ്യാണ്. പുണ്യെ പമ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് പാട്ട് വെച്ചിരിക്കുകയാണ്. കൊളക്കോഴി കഴുത്തിട്ട് ആട്ടുന്നുണ്ട്. ഹായ് ഹലോ ഗൈസ്, നമസ്കാരം. അപ്പം നമ്മുടെ ഹിമാചൽ സീരീസിൻ്റെ ലാസ്റ്റ് വ്ളോഗാണിത്. നമ്മൾ മനാലിയിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമുക്കിന്ന് ചണ്ഡീഗറിൽ പോയി നമ്മുടെ സെൽഫ് ഡ്രൈവ് കാർ അവിടെ കൊടുക്കണം. എന്നിട്ട് ഡൽഹിയിൽ പോയിട്ട് സുബിൻ ജോധ്പൂരോട്ടും ഞങ്ങൾ നാട്ടിലോട്ടും പോവും. ഇനിയിപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി ജാനകി, ഞാൻ അവളുടെ അമ്മ മായി, ഇത് അച്ഛൻ സുബിൻ. ആൻഡ് വെൽക്കം ടു ഇനി എങ്ങോട്ടാ. അപ്പോൾ ഇന്നലെ മനാലിയിൽ വെച്ച് നമ്മൾ ബൈ പറഞ്ഞപ്പോൾ നമ്മൾ ഈ പെട്ടിയിൽ വന്ന് നിൽക്കുകയായിരുന്നല്ലേ. വിൻ്റർ ക്ലോത്ത്സ് ലോണ്ടറി ആയപ്പോൾ അതെങ്ങനെ തിരിച്ച് പെട്ടി കയറ്റും എന്നറിയാതെ ഒരു വല്ലാത്ത അവസ്ഥയിൽ. അപ്പോഴാണ് നമ്മൾ ഓർത്തത്, നമ്മൾ സ്മാർട്ട് സേവർ എന്ന് പറഞ്ഞൊരു സക്ഷൻ ബാഗ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഇത് സ്പോൺസർഷിപ്പ് ഒന്നും അല്ല, അവർക്ക് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ. ബട്ട് ജെനുവിൻലി നമ്മളെ ഹെൽപ്പ് ചെയ്തൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഈ സംഭവം കിഡിലായിരുന്നു കേട്ടോ. വിത്തിൻ മിനിറ്റ്സ് വി വെൻറ്റ് ഫ്രം ദിസ് ടു ദിസ്. അടിപൊളിയല്ലേ? ശരിക്കും പരസ്യം പോലെ ഉണ്ടെങ്കിലും ഇത് പരസ്യമല്ല. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ, പലർക്കും ഇപ്പോൾ അറിയാം. എന്നാലും സംഭവം നമ്മുടെ എല്ലാ തുണികളെല്ലാം കൂടെ എങ്ങനെയെങ്കിലും മടക്കിയോ മടക്കാതെയോ കുത്തിക്കയറ്റുമോ എങ്ങനെയെങ്കിലും അതിൽ കയറ്റുക. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ലൈനുണ്ട്, അതുവരെ നമ്മൾ ഫില്ല് ചെയ്യാവുള്ളൂ. ബിക്കോസ് നമുക്ക് എയർ പമ്പ് ഔട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അവർ മുകളിലൊരു ലൈൻ ഇട്ടിട്ടുണ്ട്, അതുവരെ നമ്മൾ ക്ലോത്ത്സ് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഈ മറ്റേ സിപ്പ് ലോക്കിൻ്റെ ഒക്കെ ആ അടപ്പ് പോലെ ഉണ്ട്, നമുക്ക് എന്നിട്ട് അത് അടയ്ക്കാം. നല്ലതായിട്ട് അടച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു പമ്പുണ്ട്. ആ പമ്പ് വെച്ച് എയർ മൊത്തം സക്ഷൻ ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ ബുമ്മെന്നിരിക്കുന്ന ബാഗ് എല്ലാം കൂടെ ഷൂന്ന് പറഞ്ഞാവും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബാഗിൽ വെച്ച് പൂട്ടി കൊണ്ടുപോകാൻ പറ്റും. ഓൺലി തിങ് ഇസ് വെയിറ്റ്, നമ്മൾ എത്ര എയർ സക്ഷൻ ചെയ്ത് കളഞ്ഞാലും ഒക്കെ വെയിറ്റ് ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കുമല്ലോ. അപ്പം നമ്മുടെ ഫ്ലൈറ്റിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെക്ക് ഇൻ ലഗേജിൻ്റെ വെയിറ്റ് അനുസരിച്ചേ നമുക്ക് സാധനം എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിൻ്റർ ക്ലോത്ത്സിനാണ് ഏറ്റവും യൂസ്ഫുൾ. ഇങ്ങനെ ബുഫെന്നിരിക്കുന്നത് മാറ്റിയെടുത്ത് നമുക്ക് പെട്ടിക്കകത്ത് കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഭയങ്കര ഹെൽപ്പായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ജാനുമി നല്ല സുഖം ഉറക്കമാണ്. പിള്ളേർ ഇങ്ങനെ കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജാനുമി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിടക്കും. അപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാൻ വായിക്കുകയോ എവിടെയോ കാണുകയോ ചെയ്തത്, തണുക്കുമ്പോഴാണ് പിള്ളേർ ഇങ്ങനെ ചുരുണ്ട് ബോൾ പോലാവുന്നതെന്ന്. അത് നിങ്ങൾക്കറിയാമായിരുന്നോ? എനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ രാത്രിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് രാവിലെ ഞങ്ങൾ ഫ്രീ ആയിരുന്നു. ഞങ്ങൾ ഈ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് താഴെയൊക്കെ ഒന്ന് ഇറങ്ങി നടന്ന് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ വന്നിട്ട് ഇന്നാണ് ഈ ആപ്പിൾ മരമൊക്കെ അടുത്തുനിന്നൊക്കെ കാണാനൊരവസരം കിട്ടിയത്. ഒന്നെങ്കിൽ മഴയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ സൈറ്റ് സീയിങ്ങിന് പോയിക്കുമായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇത് അടുത്തുനിന്ന് കണ്ടത്. ഇപ്പോൾ ഈ ആപ്പിൾ മരങ്ങൾ മുട്ടിട്ട് നിൽക്കുകയാണ്. അവിടുത്തെ ആ പുള്ളി പറഞ്ഞു, ഇപ്പോൾ ഏപ്രിലല്ലേ ഞങ്ങൾ പോയത്, അപ്പോൾ ഇപ്പോൾ ഇത് ഫ്ലവർ ചെയ്യും, ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ ഹാർവെസ്റ്റ് സീസൺ. ഞങ്ങളുടെ വിൻഷീൽഡിൻ്റെ അവസ്ഥ കണ്ടോ? ഫുൾ ഐസ് പോലെ ഇരിക്കുകയാണ്, ഫ്രോസ്റ്റാണ്, എന്താ ഇതിനെ പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും അത് ഒക്കെ തട്ടി മാറ്റി ഫുൾ ഐസൊക്കെ ഇളക്കിയിട്ടാണ് പിന്നെ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റിയത്. അവിടുത്തെ ആ ഒരു ചേട്ടനുണ്ടായിരുന്നു, ഒരു ഹെൽപ്പ് ചെയ്യുന്ന ചേട്ടൻ. ആ ചേട്ടനും കൂടി ഞങ്ങളുടെ ഐസൊക്കെ മാറ്റി തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. ഈ വഴി എന്ത് രസമുണ്ടല്ലേ, ഫ്രണ്ടിൽ ആ മഞ്ഞുമലയും ചുറ്റും ആപ്പിൾ മരങ്ങളും. ശരിക്കും ഈ വ്യൂ ഒക്കെ ഇനി മിസ് ചെയ്യും കുറേ കാലത്തേക്ക്. ഇത് കണ്ടോ പാറയൊക്കെ വീണ് കിടക്കുന്നത്? ഞാൻ നമ്മുടെ ആദ്യത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ പാറ വീഴും, ശ്രദ്ധിച്ച് പോകണം എന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു വിശ്വാസത്തിലങ്ങ് പോകാനല്ലേ പറ്റുമല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ അത് റോഡ് കൺസ്ട്രക്ഷനൊക്കെ പലയിടത്തും തകൃതിയായി നടക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇനി ബെറ്റർ റോഡ്സ് വരുന്നുണ്ട് ഇവിടെയെന്ന്. എന്തായാലും നമ്മൾ ജസ്റ്റ് ഇൻ ടൈം പോയി വണ്ടി റെൻ്റൽ കാർ തിരിച്ചു കൊടുത്ത് കഷ്ടിച്ച് വന്ന് പെട്ടെന്ന് ട്രെയിനിൽ കയറി നമ്മളിനി ഡൽഹിയിലോട്ട് പോവാണ്. ജാനുവിനെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഞങ്ങൾ കളറിങ് തുടങ്ങി.
അപ്പോൾ ഈ വ്ളോഗിൽ സത്യം പറയാമല്ലോ കാര്യമായിട്ടൊന്നും വലുതായിട്ട് നടക്കുന്നില്ല. നമ്മളിനി ഡൽഹിയിലെത്തിയിട്ട് ഉണ്ണി ജോധ്പൂരോട്ടും നമ്മൾ നാട്ടിലോട്ടുമാണ് തൽക്കാലം പോകുന്നത്. അപ്പം നമ്മുടെ ഹിമാചൽ സീരീസിന് ഒരു കലാശക്കൊട്ടെന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിന്ന് പോകുന്നതും കൂടെ കാണിക്കണമല്ലോ. അപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഒരു കുട്ടി വ്ളോഗായിരിക്കും. ഡൽഹിയിൽ നമ്മൾ ജസ്റ്റ് വൈകുന്നേരം എത്തി ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് അവിടെ നിന്ന് ഫ്ലൈറ്റായിരുന്നു. ഇത് ഉണ്ണി എൻ്റെ തോളിൽ കിടക്കാൻ പാടില്ല, ബേബിക്ക് കിടക്കണം, അതിനുള്ള വിളിയാണിത്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി. ബ്ലൂം റൂംസിലാണ് കേട്ടോ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത്. നിങ്ങൾ നമ്മുടെ ഗോവ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലും കണ്ടിട്ടുണ്ടാവും നമ്മൾ ബ്ലൂം റൂംസിലെ സ്റ്റേ. നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഒരു ചെയിനാണിപ്പം. ബ്ലൂമിങ് അക്രോസ് ഇന്ത്യ എന്നാണ് അവരുടെ ടാഗ് ലൈൻ തന്നെ. പല മേജർ സിറ്റീസിലും ഇപ്പോൾ വരുന്നുണ്ട്. ഒരു കുട്ടി സ്പേസ് ലൈക്ക് നിങ്ങൾക്ക് ഒരു 1 നൈറ്റൊക്കെ സ്റ്റേ ചെയ്യണമെങ്കിൽ ഒരുപാട് ലൈക്ക് ക്യാഷ് കൊടുത്ത് വലിയ ഹോട്ടലിലൊന്നും ബുക്ക് ചെയ്യാതെ ഒരു കുട്ടി സ്പേസാണ്. നിങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങി ഫ്രഷായി ഒക്കെ പോകാനായിട്ട് നമുക്ക് കുറച്ച് ഇപ്പോൾ മണിക്കൂറിന് വേണ്ടിയാണെങ്കിൽ പോലും നമുക്ക് എടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സംഭവമാണ് ഈ ബ്ലൂം റൂംസ്. അപ്പോൾ അവരുടെ ഒരു തീം ഈ യെല്ലോ ആൻഡ് വൈറ്റ് ആണ് കേട്ടോ അവരുടെ കളേഴ്സ്. അതും നല്ലൊരു ഭംഗിയുള്ള ഭയങ്കര ഒരു അപ്ലിഫ്റ്റിംഗ് ആയ കളറായിട്ടൊക്കെ നമുക്ക് തോന്നി. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ ഒരു എസ്തെറ്റിക്. നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസം താമസിക്കാൻ, ജസ്റ്റ് ഒരു നൈറ്റൊക്കെ താമസിക്കാൻ, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറിന് വേണ്ടി താമസിക്കാൻ, അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാനൊക്കെ പറ്റിയ സ്ഥലം. അപ്പം ഞങ്ങൾ ഈ പറയുന്ന പോലെ വൈകുന്നേരം ചെക്ക് ഇൻ ചെയ്തിട്ട് രാവിലെ തന്നെ ചെക്ക് ഔട്ട് ചെയ്യാനല്ലേ. അപ്പം ഞങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തോന്നി. പിന്നെ ക്ലീൻ ബാത്റൂമാണ് കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം വിത്ത് ടോയ്ലറ്ററീസ്. അപ്പോൾ പറഞ്ഞ പോലെ പെർഫെക്റ്റ്. അപ്പോൾ ഡൽഹി പോയാൽ ഞങ്ങൾ മസ്റ്റായിട്ട് കഴിക്കുന്നൊരു സംഭവമാണ് മൂൾചന്ദ് പറാഠ. മൂൾചന്ദ് പറാഠ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെയിൻ തന്നെ ഉണ്ട്, പലയിടത്തുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവർക്ക് നല്ല ഈ സ്റ്റഫ് ചെയ്ത പറാഠയൊക്കെ ഉണ്ട്. എൻ്റെ സന്തോഷമാണ് ഞാൻ കാണിക്കാൻ ശ്രമിച്ചത്. റീലിന് വേണ്ടി എടുത്തതാണ്. സോറി, ഇത്തിരി ഓവറാക്കി ചളവാക്കിയതാ. എന്തായാലും ഞങ്ങൾ എന്തിനാണ് ഈ പെട്ടിയുടെ പുറത്ത് വെച്ച് കഴിക്കുന്നതെന്ന് എനിക്കിപ്പോൾ ആലോചിച്ച് ഒരു പിടിയില്ല. ആക്രാന്തം കൊണ്ട് തന്നെ ആയിരിക്കണം, ബിക്കോസ് അവിടെ ടേബിളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വന്ന സന്തോഷത്തിൽ ചാടി വീണതാണെന്ന് തോന്നുന്നു. ജാനുമയുടെ എക്സൈറ്റ്മെൻറ്റ് കണ്ടില്ലേ? എൻ്റെയും. ആലു പറാട്ട, ഗോബി പറാട്ട, പനീർ പറാട്ട, പിന്നെ ലോകത്ത് നമ്മൾ വിചാരിക്കാത്ത എല്ലാ സ്റ്റഫിങ്ങും വെച്ച് അവർക്കുണ്ട്. അത്ര ഹെൽത്തി ഒന്നും അല്ല, ഭയങ്കര ബട്ടറിലൊക്കെ പൊതിഞ്ഞാണ് അവർ തരുന്നത്. പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങളുടെ ഒരു മസ്റ്റ് ട്രൈ ആണ്. ഡൽഹിയിൽ പോയാൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം പോവുകയാണെങ്കിൽ, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ ഷോർട്ട് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഇത്തവണ ആകെ ഡൽഹി ചെയ്യാൻ പറ്റിയത് ഈ മൂൾചന്ദ് പറാട്ട കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി അതൊക്കെ കഴിച്ചിട്ടാണ് കിടന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളിതേ ബ്ലൂം റൂംസിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ നാട്ടിലോട്ടും സുബിൻ ജോധ്പൂരോട്ടാണ് പോകുന്നത്. അപ്പോൾ അതാ എയർപോർട്ട് എത്തി. ഞങ്ങളുടെ മുഖത്തൊരു വിഷമമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെയാണ്. രണ്ടുപേരും രണ്ടിടത്തോട്ടാണ് പോകാൻ പോകുന്നത്. ബൈ ബൈ. അങ്ങനെ കയറിയതും ജാനുമി എൻ്റർടൈൻ ചെയ്യാൻ എന്താ കളർ പെൻസിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്രയോൺസും കളർ പെൻസിലും എന്തൊക്കെയോ എടുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ നാട്ടിലെത്തി. അപ്പോൾ ജാനുമിയെ വിളിക്കാൻ അപ്പൂപ്പൻ, അമ്മുമ്മ, ചിറ്റപ്പൂപ്പൻ, ചിന്നമ്മുമ്മ, ചിന്നമ്മ, കുഞ്ഞമ്മൂമ്മേനെയും കുഞ്ഞമ്മയും അവൾ അങ്ങനെയാണ് വിളിക്കുന്നത്. അവരെല്ലാം എത്തിയിട്ടുണ്ട്. ഉറങ്ങി എണീറ്റേ ഉള്ളൂ. കുഞ്ഞമ്മയുടെ അപ്പൊ ജാനുവിക്ക് എല്ലാരും ഓർമ്മയൊക്കെ ഉണ്ട്, എന്നാലും ഒരു പരിചയക്കുറവ്. അതിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ നല്ല ടയേർഡാണ്. ഇനി പോയി കിടക്കും, ഉറങ്ങും. അപ്പം നമ്മുടെ ഹിമാചൽ സീരീസ് ഇവിടെ തീരാണ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ളോഗ് ആൻഡ്
ഹോൾ ഓഫ് ദ ഹിമാചൽ സീരീസ്. അപ്പോൾ ഇനി എങ്ങോട്ടാ എന്നറിയാൻ നെക്സ്റ്റ് വ്ളോഗ് കാണാൻ മറക്കണ്ട. ഉടനെ അടുത്ത വ്ളോഗുമായിട്ട് നമ്മൾ കാണും. അപ്പോൾ സീ യു ദെൻ. ബൈ.